നമസ്തേ. നിങ്ങളോടൊപ്പം തമ്പി നാഗാർജുന. ഇന്ന് മുരിങ്ങ പാർട്ട് 2 ആണ്. ഈ പാർട്ട് 2 ചെയ്യാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് സന്തോഷ വാർത്തയാണ്. അതായത് ലേറ്റസ്റ്റ് റിസർച്ച് കാണിക്കുന്നത് മുരിങ്ങ, പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ രാവിലെ 1 സ്പൂൺ മുരിങ്ങ പൗഡർ മോരിൽ കലക്കി രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബ്ലോട്ടിങ് ഇല്ലാണ്ടാവും, ഷുഗർ ലെവൽ കറക്റ്റ് ആവും, അതുപോലെ തന്നെ മലബന്ധം ഇല്ലാണ്ടാവും. അതിന് കാരണം പാല് ദഹിക്കാത്തവർക്ക് പോലും, അതായത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് പോലും ഈ പാല് മോരായി കഴിയുമ്പോഴത്തേക്ക് അതിന് ലാക്ടോസ് ബാസിലസ് ബാക്ടീരിയ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ വളരെയേറെ പ്രയോജനപ്പെടും. അപ്പോൾ ആ രീതിയിൽ കൂടെ ഒരു അത്ഭുതത്തിൻ്റെ അത്ഭുതമായി തീർന്നിരിക്കുകയാണ് മുരിങ്ങ. ഈ മുരിങ്ങയുടെ പൊടി ഞാനന്ന് പറഞ്ഞു ഓർക്കുമല്ലോ, നമ്മൾ ഇത് ഇലക്ട്രിക് ഡ്രയറിലൊന്നും ഇടാണ്ട് മുരിങ്ങയുടെ തന്നെ അല്ലെങ്കിൽ മരങ്ങളുടെ ശീതള ചായയിൽ ഉണക്കിയെടുക്കുന്നതാണ്. അത് മാത്രമല്ല, ഇത് നമ്മൾ ട്രാൻസ്പെറൻസി ഇല്ലാണ്ടാണ് പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്ലോറോഫില്ലിൽ നഷ്ടം വരില്ല. അടുത്ത കാലത്ത് ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചു ഓസ്ട്രേലിയയിലും മറ്റും മുരിങ്ങ നിരോധിച്ചിട്ടുണ്ടെന്ന്. അത് പച്ചക്കള്ളമാണ്. ഓസ്ട്രേലിയയിൽ ഗൂഢതന്ത്രത്തിലുള്ള കോർപ്പറേറ്റുകൾ ഇത് അനാവശ്യമായിട്ട് പരസ്യം ചെയ്ത് കൊടുത്തപ്പോൾ അതിന് പകരം എല്ലാവരും അവരവരുടെ വീട്ടിൽ മുരിങ്ങ വളർത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു നിയമം ഇറക്കി. ഇതിനെ ആരും കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പാടില്ല, സ്വന്തം വീട്ടിൽ വളർത്തി അതിനെ അവനവന് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന. അതൊരിക്കലും ഒരു ബാൻ അല്ലല്ലോ. ഓക്കെ, അപ്പം ഇതാണ്, നിങ്ങൾ പരമാവധി മുരിങ്ങ പൗഡർ വാങ്ങി സേവിക്കുക. അതും രാവിലെ ചായയും കാപ്പി ഒഴിവാക്കി അതിന് പകരം ഇതിലേക്ക് മാറുക. നന്ദി, നമസ്കാരം.